السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين. أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനെക്കുറിച്ച് പഠിക്കാനും അതുപോലെ ദീന് ചർച്ച ചെയ്യാനും ഇതുപോലെ ഒരുമിച്ച് കൂടുക എന്നുള്ളത് വളരെ മഹത്തായിട്ടുള്ള ഇബാദത്തും അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനം ലഭിക്കുന്ന ശ്രേഷ്ഠമായിട്ടുള്ള കർമ്മവുമാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു അമല് പോലെയും നമ്മുടെ നിയ്യത്ത്, നമ്മുടെ ഉദ്ദേശം അള്ളാഹുവിൻ്റെ ദീന് കേൾക്കാനും കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും ഈ ഒരു സദസ്സിൽ നാം കേൾക്കുന്ന കാര്യങ്ങൾ അതെന്തെല്ലാമാണോ അത് യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനുമുള്ള ആ ഒരു ഉദ്ദേശത്തിലായിരിക്കണം നാം ഇരിക്കേണ്ടത്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചത് അവനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാണ്, അവനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു തആല പറഞ്ഞതുപോലെ വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടി അല്ലാതെ ജിന്നുവർഗത്തെയോ മനുഷ്യവർഗത്തെയോ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. എങ്ങനെയാണ് ഇബാദത്ത് ചെയ്യേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിമാരിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇബാദത്തിന്റെ രൂപം, അതിന്റെ സമയം, അതുപോലെ എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല നബിമാരിലൂടെ അല്ലെങ്കിൽ നമുക്ക് നിയോഗിക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇവിടെ ഈ ഇബാദത്ത് പൂർത്തീകരിക്കുമ്പോൾ മഹത്തായ പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ചില സമയങ്ങളെയും സ്ഥലങ്ങളെയും പ്രത്യേകം നിശ്ചയിച്ചിട്ടുണ്ട്. അഥവാ ഒരേ ഇബാദത്തുകൾ തന്നെ അത് ഇന്ന സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് വെച്ച് ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ന ഒരു സമയത്തിന്റെ ഇടയിൽ ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള പ്രതിഫലം അത് വളരെ ഇരട്ടിയായി ലഭിക്കുന്ന ഒരവസ്ഥ. അത് അല്ലാഹുവിന്റെ ഔദാര്യമാണ്, അല്ലാഹു നമുക്ക് നൽകുന്ന മഹത്തായ ഒരു ഔദാര്യമാണ്. അങ്ങനെയുള്ള വളരെ ശ്രേഷ്ഠകരമായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചില ദിവസങ്ങളിലേക്കാണ് നാം ഇന്നോ നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് നാം പ്രവേശിക്കുന്നത്. അത്രയും മഹത്തായിട്ടുള്ള ദിവസങ്ങൾ അശ്റു ദുൽഹിജ്ജ, ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ, ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു സുന്നത്താണ്, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കർമ്മങ്ങളെ സ്വീകരിക്കുന്നതിലുള്ള ഒരു രീതിയാണ്. ഏതൊരു കർമ്മത്തിന്റെയും അവസാനത്തെ പരിഗണിച്ചുകൊണ്ടാണ് അല്ലാഹു തആല അതിന്റെ പ്രതിഫലവും അതുപോലെ തന്നെ അതിന്റെ സ്വീകാര്യതയും എല്ലാം നിൽക്കുന്നത്. ഒരു മനുഷ്യൻ അവൻ 60 വയസ്സ് വരെ ജീവിക്കുകയാണ്. അതിൽ ആദ്യത്തെ 50 വർഷക്കാലം ഒരുപാട് ചെമ്മാടിത്തരങ്ങൾ, തെറ്റുകൾ, പാപങ്ങൾ ഇതെല്ലാം ചെയ്ത് ജീവിച്ചു എന്ന് വിചാരിക്കുക. പിന്നീടുള്ള ഒരു 10 വർഷക്കാലം തൗബ ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന ഒരാളായി ജീവിച്ചു. അങ്ങനെ മരണപ്പെട്ടു. അവനെ പരിഗണിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അവന്റെ അവസാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ സുന്നത്തിൽപ്പെട്ട ഒരു കാര്യമാണ് ഏറ്റവും ശ്രേഷ്ഠമായതിനെ അവസാനത്തിൽ വെക്കുക എന്നുള്ളത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ അള്ളാഹു ഏറ്റവും ആദരിച്ചിട്ടുള്ള മനുഷ്യനെ ഈ ലോകത്തേക്ക് അവസാനം സൃഷ്ടിച്ചതാണ്. മനുഷ്യന് ശേഷം ഒരു സൃഷ്ടിയെ അല്ലാഹു തആല ഈ ലോകത്തേക്ക് സൃഷ്ടിച്ചിട്ടില്ല. അതുപോലെ മനുഷ്യരിലേക്ക് നിയോഗിച്ച റസൂലുകളിൽ ഏറ്റവും ശ്രേഷ്ഠനായ റസൂലിനെ അവസാനം നിയോഗിച്ചു എന്നുള്ളത്. ഇനി ഒരു ദിവസം എടുത്തു നോക്കുകയാണെങ്കിൽ ആ ദിവസത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ സമയത്തെ അവസാനത്തിലാക്കി എന്നുള്ളത്. ഇപ്പൊ ഏതൊരു ദിവസമാകട്ടെ ആ ദിവസത്തിന്റെ ഏറ്റവും അഫ്ളലായിട്ടുള്ള സമയം ഏതാണ്? അതിന്റെ അവസാന ഭാഗമാണ്. ഒരു ദിവസത്തിന്റെ അവസാന ഭാഗം പറഞ്ഞാൽ അസ്ർ മുതൽ മഗ്രിബ് വരെയുള്ള സമയമാണ്. അത് എല്ലാ ദിവസത്തിലും ഏറ്റവും ശ്രേഷ്ഠമായത് അസ്ർ മുതൽ മഗ്രിബ് വരെയുള്ള സമയമാണ്. അതുപോലെ റമദാൻ മാസം അതിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സമയം ഏതാണ്? അവസാനത്തെ 10 ദിവസമാണ്, അവസാനത്തെ 10 ദിവസങ്ങളാണ്. അതുപോലെ ഒരു വർഷത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ശ്രേഷ്ഠത നൽകിയിട്ടുള്ള
ഏറ്റവും മഹത്തരമായി നൽകിയിട്ടുള്ളത് അതിന്റെ അവസാന മാസത്തിലെ, അഥവാ അറബി മാസത്തിൽ ഹിജ്രി മാസങ്ങളിൽ ഏറ്റവും അവസാനത്തെ മാസമാണ് ഏത്? ദുൽഹിജ്ജ എന്നുള്ളത്. ആ ദുൽഹിജ്ജ മാസത്തിലെ ആ 10 ദിവസം, ദുൽഹിജ്ജ മാസത്തിലെ ആ 10 ദിവസത്തിന് വളരെയധികം, ആദ്യത്തെ ഈ 10 ദിവസത്തിന് വളരെയധികം ശ്രേഷ്ഠതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. ഈ നിലക്ക് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ ലതായിഫുൽ മആരിഫിൽ ഈ ദുൽഹിജ്ജയുടെ മാസത്തെ പറ്റി പരാമർശിക്കുന്നിടത്ത് പറഞ്ഞത് കാണാം, ഈ ഒരു വർഷത്തിന്റെ അവസാനം. അപ്പൊ ഈ ഒരു വർഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ മുഹറം മുതൽ ഈ ദുൽഹിജ്ജ വരെയുള്ള, അല്ലെങ്കിൽ ഈ ദുൽഖഅദ അവസാനിക്കാൻ പോകുമ്പോൾ ഈ ഒരു വർഷം അല്ലെങ്കിൽ ഈ ഒരു 11 മാസം നാം നമ്മെ ഒന്ന് പരിശോധിച്ചു നോക്കുക. നമ്മുടെ സൽക്കർമ്മങ്ങൾ നമ്മളൊന്ന് ആലോചിക്കുക, നാം ചെയ്ത പാപങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കുക, നാം നഷ്ടപ്പെടുത്തിയ സമയങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കുക. ഏതായിരിക്കും കൂടുതൽ ഉണ്ടാവുക? നാം ചെയ്ത സൽക്കർമ്മങ്ങളാണോ മുന്തി നിൽക്കുന്നത്? അതല്ല നമ്മുടെ പാപങ്ങളാണോ മുന്തി നിൽക്കുന്നത്? അതല്ല നാം അശ്രദ്ധമായി കളഞ്ഞ സമയമാണോ കൂടുതലായിട്ടുള്ളത്? അല്ലെങ്കിൽ ഒന്നിനും ഉപകരിക്കാത്ത രീതിയിൽ കർമ്മങ്ങൾ ചെയ്തിട്ടാണോ നമ്മുടെ സമയം പോയിട്ടുള്ളത്? ഇവിടെ ഈ 11 മാസത്തെ നമുക്ക് സംഭവിച്ചിട്ടുള്ള നമ്മുടെ കർമ്മങ്ങളിൽ അല്ലെങ്കിൽ അള്ളാഹുവിനുള്ള ഇബാദത്തുകളിൽ സംഭവിച്ചിട്ടുള്ള കുറവുകളോ വീഴ്ചകളോ എന്തോ ആവട്ടെ, അതിനെ പരിഹരിക്കാനുള്ള, അതിനെ വീട്ടിയെടുക്കാനുള്ള ഏറ്റവും നല്ല രീതിയിൽ ഒരു അവസാനം ഇതിന് നൽകാനുള്ള ഒരു സാധ്യതയുള്ള ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്ന ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസം, ആദ്യത്തെ 10 ദിവസങ്ങൾ എന്നുള്ളത്. അതുകൊണ്ട് നാം ഏറ്റവും നന്നായി ഒരുങ്ങേണ്ട, ശ്രദ്ധിക്കേണ്ട അതിന്റെ ഗൗരവത്തെ, അതിന്റെ പ്രാധാന്യത്തെ നാം മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. നാം ഇന്ന് സംസാരിക്കുന്നത് ഈ ദിവസങ്ങളുമായി ബന്ധപ്പെട്ട് ഖുർആനിലും ഹദീസിലും, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും എന്തെല്ലാം കാര്യങ്ങളാണ് പരാമർശിച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ എന്തെല്ലാം കർമ്മങ്ങളാണ് നാം ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിന്റെ ഫദ്ലിനെ സലഫുകൾ, ഉലമാക്കൾ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ളത് എന്നീ കാര്യങ്ങളാണ് നാം സൂചിപ്പിക്കാൻ പോകുന്നത്. ഒന്നാമതായി പറയട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 10 ദിവസങ്ങളെ സത്യം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ട്. അല്ലാഹു തആല ഏതെങ്കിലും ഒരു കാര്യത്തെ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നാം ഓരോരുത്തരും ആരെ മാത്രം വിളിച്ച് സത്യം ചെയ്ത് പറയാൻ പറ്റുള്ളൂ? വല്ലാഹി, അല്ലാഹു ആണ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സൃഷ്ടികളിൽ അള്ളാഹു ഉദ്ദേശിക്കുന്ന സൃഷ്ടിയെ സത്യം ചെയ്ത് പറയും. പക്ഷേ അള്ളാഹു സത്യം ചെയ്ത് പറയുന്നുണ്ട് എങ്കിൽ അതിന്റെ പ്രത്യേകത അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം, അതിന്റെ ഗൗരവം അവിടെ അറിയിക്കപ്പെടുന്നുണ്ട്. അല്ലാഹു തആല സൂറത്തുൽ ഫജ്റിൽ പറഞ്ഞു, വൽ ഫജ്രി വലയാലിൻ അശ്ർ, ഫജ്ർ പ്രഭാതം തന്നെയാണ് സത്യം, വലയാലിൻ അശ്ർ 10 ദിവസങ്ങൾ അല്ലെങ്കിൽ 10 രാത്രികൾ തന്നെയാണ് സത്യം എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഇവിടെ വലയാലിൻ അശ്ർ 10 ദിനരാത്രങ്ങൾ എന്ന് അല്ലാഹു തആല സത്യം ചെയ്ത് പറഞ്ഞിട്ടുള്ളത് അത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസമാണ് എന്ന് ജുംഹൂറുൽ മുഫസ്സിരീൻ, ഭൂരിഭാഗം മുഫസ്സിരീങ്ങളും പറഞ്ഞത് കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, ഇബ്നു സുബൈർ, മുജാഹിദ് റഹിമഹുമുല്ലാഹ് ഇവരൊക്കെ ഈ അഭിപ്രായം പെട്ടത് കാണാം. ഈ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളാണ്. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ എന്തുകൊണ്ടാണ് ഈ 10 ദിവസത്തിന് ഇത്ര അധികം ശ്രേഷ്ഠത വരാനുള്ള കാരണം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ 10 ദിവസത്തെ പ്രത്യേകം അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് പറയാനുള്ള കാരണം എന്ന് പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. അദ്ദേഹം പറയാണ്, അതിന്റെ കാരണം പറയാണ്, വല്ലദീ യദ്ഹറു അന്ന അസ്സബബ ഫീ ഇംതിയാസ് അശ്രി ദുൽഹിജ്ജ, ഈ ദുൽഹിജ്ജയിലെ 10 ദിവസം ഇത്ര പ്രത്യേകമാക്കാനുള്ള കാരണം നമുക്ക് വെളിവാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബോധ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിമകാനി ഇജ്തിമാഇ ഉമ്മഹാത്തിൽ ഇബാദത്തി ഫീഹി, കാരണം ഈ 10 ദിവസത്തിൽ, ഈ 10 ദിവസങ്ങളിൽ ഉമ്മഹാത്തുൽ ഇബാദ, ഇബാദത്തുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഒരുമിച്ച് കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ്. എന്തൊക്കെയാണത്? വഹിയ സ്വലാ, നിസ്കാരം, നിസ്കാരം എല്ലായ്പ്പോഴും ഉണ്ട്, ഈ 10 ദിവസത്തിലുണ്ട്. വസിയാം, നോമ്പ്, പ്രത്യേകിച്ചും അറഫ ദിവസം, ദുൽഹിജ്ജ 9 അറഫ നോമ്പുണ്ട്, അതല്ലാതെയും നോമ്പ്, സുന്നത്തായ നോമ്പുകൾ നോൽക്കാം. വസ്സദഖ, സ്വദഖ നൽകാം. വൽ ഹജ്ജു, ഹജ്ജ് ഈ 10 ദിവസത്തിലാണ് വരുന്നത്. വലാ യതഅത്താ ദാലിക ഫീ ഗൈരിഹി, ഈ 10 ദിവസത്തിലല്ലാതെ ഈ പ്രധാനപ്പെട്ട ഇബാദത്തുകളെല്ലാം ഒരുമിച്ച് വരുന്ന ഒരു സമയവുമില്ല. അപ്പൊ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്
ഈ കാര്യങ്ങൾ ഇബാദത്തുകൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ 5 എണ്ണം ഒരുമിച്ച് വരുന്ന അല്ലെങ്കിൽ ഈ 4 എണ്ണം ഒരുമിച്ച് വരുന്ന എപ്പോൾ മാത്രമാണ്? ഈ 10 ദിവസത്തിലാണ്. ഹജ്ജ് ഇതല്ലാത്ത സമയത്തുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ഇതിന്റെ ശ്രേഷ്ഠത എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് സൂചിപ്പിച്ചത് കാണാം. ഇനി ഹദീസുകൾ പരിശോധിക്കുകയാണ് എങ്കിൽ ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദിവസത്തിന്റെ പ്രത്യേകതകൾ, വളരെ മഹത്തരമായിട്ടുള്ള ശ്രേഷ്ഠതകൾ നമ്മെ അറിയിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യങ്ങളെ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് എങ്കിൽ അതിനെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ അത് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഗൗരവത്തിൽ നാം ആ ഹദീസുകളെ മനസ്സിലാക്കണം. ഒരു ഹദീസ് കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഉദ്ധരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹിൻ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശർ. അല്ലാഹുവിന് ഈ 10 ദിവസത്തിൽ ചെയ്യുന്നതിനേക്കാൾ അല്ലാഹുവിന് ഇഷ്ടമുള്ള വേറെ കർമ്മമില്ല, സ്വാലിഹായ ഒരു അമലുമില്ല എന്ന്. അതായത് സ്വാലിഹായ അമൽ എപ്പോ ആണെങ്കിലും ചെയ്യാം, എപ്പോ ആണെങ്കിലും ഒരാൾക്ക് ചെയ്യാം. പക്ഷെ ഈ 10 ദിവസത്തിൽ ചെയ്യുന്നതിനേക്കാൾ അള്ളാഹുവിലേക്ക് ഇഷ്ടപ്പെട്ട വേറെ അമലു സ്വാലിഹുകളില്ല എന്ന്. അപ്പൊ ഇത് കേട്ടപ്പോ സഹാബികൾ സ്വാഭാവികമായിട്ട് ചോദിച്ചു, ഫഖാലു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വലൽ ജിഹാദ് ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനും ഇല്ലേ ആ ശ്രേഷ്ഠത? കാരണം അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക എന്നുള്ളത് ഇബാദത്തുകളിൽ, അമലു സ്വാലിഹാത്തുകളിൽ ഏറ്റവും മഹത്തരമായ, ഏറ്റവും ത്യാഗം സഹിക്കേണ്ട, ബുദ്ധിമുട്ടുള്ള കർമ്മമായിട്ടാണ് സഹാബികൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അതുപോലും ഈ ദിവസത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളല്ലാതെ ചെയ്യുന്നതിൽ അതിനേക്കാളും ശ്രേഷ്ഠമാണോ ഈ ദിവസത്തിലെ കർമ്മങ്ങൾ എന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയോ? വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദുമില്ല. ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി, ഇനി ഒരുവനുണ്ടാകും, അവനെന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ സമ്പത്ത് കൊണ്ടും അവന്റെ സ്വന്തം ശരീരം കൊണ്ടുമെല്ലാം ജിഹാദിന് വേണ്ടി പുറപ്പെട്ടു. ഫലം യർജി മിൻ ദാലിക ബിശൈഇൻ, പക്ഷേ അവന്റെ സമ്പത്ത് അവിടെ ആ ജിഹാദിൽ തീർന്നു, അവന്റെ ജീവൻ ആ ജിഹാദിൽ ഷഹീദായി അവൻ കൊല്ലപ്പെട്ടു. അങ്ങനെ തിരിച്ചു വരാതെ അവസാനിച്ചാലെങ്കിൽ അല്ലാതെ ഇതിനേക്കാൾ വലിയൊരു സൽക്കർമ്മം വേറൊരു സമയത്തുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് വരാൻ പോകുന്ന നാളെയോ മറ്റന്നാളോ നമ്മുടെ ജീവിതത്തിലേക്ക് അള്ളാഹു തൗഫീഖ് നൽകിയിട്ടുണ്ടെങ്കിൽ, അള്ളാഹു നമ്മുടെ മരണം അതിനു മുമ്പ് നിശ്ചയിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് വരാൻ പോകുന്ന ഈ 10 ദിവസങ്ങൾ അത്രയും മഹത്തരമായിട്ടുള്ള ദിവസങ്ങളാണ്. സൽക്കർമ്മങ്ങൾ കൊണ്ട് ഏറ്റവും മുന്നേറാൻ സാധിക്കുന്ന, അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കുന്ന, ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്ന ദിവസങ്ങളാണ്. ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് ഈ ദിവസങ്ങളെ പറ്റി പറഞ്ഞ, അല്ലെങ്കിൽ ഈ ഒരു ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞ കാര്യങ്ങൾ കാണാം. വസ്തിആബു അശ്രി ദിൽ ഹിജ്ജ ബിൽ ഇബാദത്തി ലൈലൻ വനഹാറൻ അഫ്ളലു മിൻ ജിഹാദിൻ ലം യദ്ഹബ് ഫീഹി നഫ്സുഹു വമാലുഹു. ഈ ദുൽഹിജ്ജയിലെ ഈ 10 ദിവസങ്ങൾ രാവും പകലുമെല്ലാം ഇബാദത്തിനായിക്കൊണ്ട് മുഴുകി ഇബാദത്ത് കൊണ്ട് ആ സമയം ഉപയോഗിക്കുക എന്നുള്ളത് ഷഹീദായി മരണപ്പെടാതെ ജിഹാദിന് പോയി പങ്കെടുത്ത് തിരിച്ചു വരുന്നതിനേക്കാൾ ഉത്തമമാണ്. ഈ ഹദീസിൽ പറഞ്ഞ എന്താ? ഒരാൾക്ക് ഇതിനേക്കാൾ ശ്രേഷ്ഠമാണെങ്കിൽ എന്ത് വേണം? ഷഹീദായിട്ട് അവിടെ കൊല്ലപ്പെടുന്ന അവസ്ഥ വേണം. അതല്ലാതെ ഒരാൾ ജിഹാദിന് പോയിട്ട് വിജയിച്ച് ഗനീമത്ത് സ്വത്ത് കിട്ടി തിരിച്ചു വരുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഈ ദിവസത്തിലെ സൽക്കർമ്മങ്ങൾ. വൽ ഇബാദത്തു ഫീ ഗൈരിഹി തഅദിലുൽ ജിഹാദ് ലിൽ അഖ്ബാരി സഹീഹൽ മശ്ഹൂറ വഖദ് റവാഹ അഹ്മദ് വഗൈറു. ബാക്കിയുള്ള സമയത്തുള്ള ഇബാദത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജിഹാദിന്റെ അത്രയൊന്നും വരൂല, അല്ലെങ്കിൽ ജിഹാദിന്റെ ഒപ്പേ വരുള്ളൂ. അതായത് ഇതല്ലാത്ത സമയത്ത് ഒരാൾ വലിയൊരു സൽക്കർമ്മം ചെയ്തു, പക്ഷെ അത് ജിഹാദുമായി വെച്ച് നോക്കുമ്പോൾ ഒന്നെങ്കിൽ ജിഹാദിന്റെ താഴെ അല്ലെങ്കിൽ ജിഹാദിനോളം വരുന്നൊരു കർമ്മം അതിനപ്പുറത്തേക്ക് എന്താവുന്നില്ല, പോകുന്നില്ല എന്ന് ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറയാണ്. അത്രയും മഹത്തരമായിട്ടുള്ള കാര്യമാണ്. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സഹീഹുൽ ബുഖാരിയുടെ ഷർഹ്, ഇബ്നു റജബിന് സഹീഹുൽ ബുഖാരിയുടെ ഒരു ഷർഹ് ഉണ്ട്, ഫത്ഹുൽ ബാരി എന്ന് തന്നെയാണ് അതിന്റെയും പേര്. പക്ഷെ അദ്ദേഹത്തിന് അത് മുഴുമിക്കാൻ സാധിച്ചില്ല. ജനായിസിന്റെ ബാബ് എത്തിയപ്പോഴേക്കും അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത്. അദ്ദേഹം ഈ ഹദീസ് വിശദീകരിക്കുന്നിടത്ത് പറയുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കാണാം. വഹാദൽ ഹദീസ്, ഈ ഹദീസ് നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഹദീസ് നസ്സും ഫി അന്നൽ അമലൽ മഫ്ദൂല യസീറു ഫാദിലൻ ഇദാ വഖഅ ഫീ സമാനിൻ ഫാദിൽ. ഇതൊരു പ്രമാണമാണ്, ഇതൊരു അടിസ്ഥാനമാണ് ഈ ഒരു ഹദീസ്. എന്തിനുള്ളത്? ഒരു കർമ്മം അത് ശ്രേഷ്ഠമായതാകും അത് ശ്രേഷ്ഠത കൽപ്പിച്ചിട്ടുള്ള ഒരു സമയത്ത് ചെയ്യുമ്പോൾ. അതായത് പ്രത്യേകം ശ്രേഷ്ഠത കൽപ്പിച്ചിട്ടുള്ള ഒരു സമയത്തിൽ വെച്ചുകൊണ്ട് സാധാരണ ഒരു കർമ്മം ചെയ്താലും ആ കർമ്മത്തിന്റെ ശ്രേഷ്ഠത കൂടും. ഹത്താ യസീറ അഫ്ളല മിൻ ഗൈരിഹി മിനൽ അഅ്മാലിൽ ഫാദില.
മറ്റുള്ള ശ്രേഷ്ഠമായ കർമ്മങ്ങളെക്കാൾ ഇതിന് ശ്രേഷ്ഠത വരുന്ന അവസ്ഥയിലാകും. ലിഫദ്ലി സമാനിഹി, ആ സമയത്തിന്റെ ശ്രേഷ്ഠത കൊണ്ട്. അതായത് ആ കർമ്മം ഈ സമയത്ത് ചെയ്യുമ്പോൾ ആ കർമ്മത്തിന്റെ ശ്രേഷ്ഠത കൂടും. അത് മറ്റുള്ള സമയങ്ങളിൽ ചെയ്യുന്ന ശ്രേഷ്ഠമായ കർമ്മത്തിനേക്കാൾ ശ്രേഷ്ഠതയായിരിക്കും ഈ കാര്യം. അതായത് ഇപ്പോ ഒന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ ബാക്കിയുള്ള ഒരു സമയത്ത് 100 ദിർഹം സദഖയായിട്ട് നൽകിയെന്ന് വിചാരിക്കാം. എന്നാൽ ഒരാൾ ഈ ദുൽഹിജ്ജയിലെ ഈ 10 ദിവസത്തിൽ 10 ദിർഹമേ സദഖയായിട്ട് കൊടുത്തു എന്ന് വിചാരിക്കുക. ആ 100 ദിർഹം സദഖ കൊടുത്തതിനേക്കാൾ ഫضലുള്ള ഒരു കാര്യമായിട്ട് ഈ ദുൽഹിജ്ജയിൽ നൽകുന്ന 10 ദിർഹം നൽകുന്ന കർമ്മമായിത്തീരും. അതെന്തുകൊണ്ടാണ്? ആ സമയത്തിന്റെ ശ്രേഷ്ഠത കൊണ്ട്. വഫീഹി അന്നൽ അമല ഫീ അശ്രി ദിൽഹിജ്ജ അഫ്ളലു മിൻ ജമീഇൽ അഅമാലിൽ ഫാളിലതി ഫീ ഗൈരിഹി. അതുകൊണ്ട് തന്നെ ദുൽഹിജ്ജയിലെ ഈ 10 ദിവസത്തിന്റെ കർമ്മങ്ങളുടെ ശ്രേഷ്ഠത എന്നുള്ളത് മറ്റുള്ള സമയങ്ങളിൽ ചെയ്യുന്ന ശ്രേഷ്ഠമായ കർമ്മങ്ങളെക്കാളെല്ലാം അഫ്ളലാണ്. വലാ യുസ്തസ്നാ മിൻ ദാലിക അഫ്ളലു അൻവാഇൽ ജിഹാദ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും വലിയ ജിഹാദിനെ പോലും ഒഴിവാക്കി പറഞ്ഞിട്ടില്ല. വഹുവ യഖ്റുജ അർ-റജുലു ബിനഫ്സിഹി വമാലിഹി സുമ്മ ലാ യർജിഉ മിൻഹുമാ ബിശൈഇൻ. അങ്ങനെ പറഞ്ഞതാകെ എന്താണ്? ഒരാൾ പുറപ്പെട്ട്, ഒരാൾ സ്വത്തും അവന്റെ ജീവനുമായിട്ടൊക്കെ പുറപ്പെട്ട് ഒന്നുമായിട്ട് തിരിച്ചു വരാതിരുന്നാൽ അങ്ങനെ ചെയ്താൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഫഹാദൽ ജിഹാദു ബിഖുസൂസിൻ യഫ്ദുലു അലൽ അമലി ഫീ അശ്ർ. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് ഈ 10 കർമ്മത്തിനേക്കാൾ 10 ദിവസത്തിലെ കർമ്മങ്ങളെക്കാൾ ശ്രേഷ്ഠത വരുന്നുള്ളൂ. ബാക്കിയുള്ള ജിഹാദിന്റെ ഇനങ്ങളെല്ലാം ബാക്കിയുള്ള കർമ്മങ്ങളെ പോലെ തന്നെ. ദുൽഹിജ്ജയിലെ 10 ദിവസത്തിന്റെ കർമ്മങ്ങൾ അതിനേക്കാളെല്ലാം ശ്രേഷ്ഠമാണ് എന്നുള്ളത്. അപ്പൊ സഹോദരങ്ങളെ, നമുക്ക് ഇപ്പൊ സാധാരണ നമ്മൾ റമദാനിന്റെ അവസാനത്തെ 10-നെ പറ്റിയെല്ലാം പറയില്ലേ, കച്ചവടത്തിൽ ലാഭം നേടുന്ന ഒരു സമയം, അല്ലെങ്കിൽ നമുക്ക് ലാഭം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു അവസരം, അതിന് നമ്മൾ ഭൗതികമായിട്ട് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കും. പരലോകത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സമയമാണിത്. ഈ ഒരു വർഷത്തിലെ നമ്മുടെ ഈ ജീവിതത്തെ നന്നാക്കിയെടുക്കാനുള്ള, ഏറ്റവും നല്ല രീതിയിൽ അവസാനിപ്പിക്കാനുള്ള ഒരു അവസരമാണിത്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ അതിനെ ഉപയോഗിക്കണം. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാം. ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അബൂ യഅല സഹീഹായ സനദോട് കൂടി ഉദ്ധരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലു അയ്യാമിദ് ദുനിയ അയ്യാമുൽ അശ്ർ. ദുനിയാവിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദിവസങ്ങൾ ഈ ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളാണ് എന്ന് പറയാം. ഇനി ഇവിടെ ഒരു സംശയം, അല്ലെങ്കിൽ ആളുകൾക്ക് പൊതുവെ ഉണ്ടാകുന്ന ഒരു ചർച്ച, അല്ലെങ്കിൽ ആളുകൾ ചോദിക്കാറുള്ള ഒരു ചോദ്യം, റമളാനിലെ അവസാനത്തെ 10 ആണോ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ആണോ ഏറ്റവും അഫ്ളലായത്? സ്വാഭാവികമായിട്ടും വരുന്ന സംശയമാണ്. പൊതുവെ സലഫുകൾ 3 തരത്തിലുള്ള 10 ദിവസങ്ങൾക്കാണ് ഫള് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഒന്ന് റമളാനിലെ അവസാനത്തെ 10, 2 ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10, 3 മുഹറം മാസത്തിലെ ആദ്യത്തെ 10. ഒരു വർഷത്തിന്റെ തുടക്കത്തിലെ ആദ്യത്തെ 10, അതിൽ താസുവാവും ആശുറാവും എല്ലാം വരുന്ന വേറെയും ഒരുപാട് ഫദ്ലുകൾ പറയപ്പെട്ടിട്ടുള്ള ആദ്യത്തെ 10 മുഹറമിലെ. ഈ 3 ദിവസങ്ങൾക്ക് സലഫുകൾ പ്രത്യേകം പരിഗണന നൽകാറുണ്ടായിരുന്നു. അവർ ഇബാദത്തുകൾ ഇജ്തിഹാദ് ചെയ്യാറുണ്ടായിരുന്നു. ഇവിടെ നസ്സായിക്കൊണ്ട്, അല്ലെങ്കിൽ ഹദീസുകളിൽ കൂടുതൽ ശ്രേഷ്ഠത വന്നിട്ടുള്ളത് റമളാനിലെ അവസാനത്തെ 10ഉം ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10ഉമാണ്. അപ്പൊ ഇതിലേതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്? ഈ ഒരു ചോദ്യത്തിന്റെ മറുപടി ആയിക്കൊണ്ട് നമുക്ക് കാണാം, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. ഇതിന് ഏറ്റവും നല്ലൊരു മറുപടി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതാണ്. ഖദ് സുഇല ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യത അൻ അശ്രി ദിൽഹിജ്ജ. ഇബ്നു തൈമിയ റഹിമഹുല്ലയോട്, ഇബ്നുൽ ഖയ്യിം പറയാണ്, ഇബ്നുൽ ഖയ്യിം ഇബ്നു തൈമിയുടെ ശിഷ്യനാണ്. ഇബ്നു തൈമിയ റഹിമഹുല്ലയോട് ചോദിക്കപ്പെട്ടു, ഈ ആദ്യത്തെ ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങൾ, വൽ അശ്റുൽ അവാഖിർ മിൻ റമളാൻ, റമളാനിലെ അവസാനത്തെ 10 ദിവസങ്ങൾ, അയ്യുഹുമാ അഫ്ളൽ, ഇതിൽ ഏതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്, ഏതിനാണ് ശ്രേഷ്ഠതയുള്ളത്? ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അപ്പോൾ ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറഞ്ഞു, അയ്യാമു അശ്രി ദിൽഹിജ്ജ അഫ്ളലു മിൻ അയ്യാമിൽ അശ്രി മിൻ റമളാൻ. റമളാനിലെ 10 പകലിനേക്കാൾ, അവസാനത്തെ 10 പകലിനേക്കാൾ അഫ്ളലായിട്ടുള്ളത് ദുൽഹിജ്ജയിലെ 10 പകലുകളാണ്. والليالي العشر الأواخر من رمضان أفضل من ليالي عشر ذي الحجة. ദുൽഹിജ്ജയിലെ രാത്രികളെക്കാൾ ശ്രേഷ്ഠതയുള്ളത് എന്താണ്?
റമളാനിലെ അവസാനത്തെ രാത്രികളാണ്, കാരണം ലൈലത്തുൽ ഖദർ വരുന്നത് കൊണ്ട്. ഇങ്ങനെ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അതിന് മറുപടി പറഞ്ഞത്. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ പറയുന്നുണ്ട്, ബുദ്ധിയുള്ള ഒരാൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും ഈ ഒരു മറുപടി ഏറ്റവും പരിപൂർണമായിട്ടുള്ള ഈ ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ്. കാരണം ഈ ദിവസങ്ങളിൽ യൗമു അറഫ വരുന്നുണ്ട്, യൗമുൻ നെഹർ വരുന്നുണ്ട്, യൗമു തർവിയ വരുന്നുണ്ട്. ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസത്തിൽ യൗമു അറഫ ദുൽഹിജ്ജ 9, യൗമു തർവിയ ദുൽഹിജ്ജ 8, യൗമുൻ നെഹർ ദുൽഹിജ്ജ 10. ഈ ദിവസങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട് എന്നതുകൊണ്ട് അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ പകലുകൾ എന്ന് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞ മറുപടി കൊടുത്തത് കാണാം. ഇനി ഇതല്ല, ഇതിനേക്കാൾ റമളാനിലെ 10കൾക്കാണ് ശ്രേഷ്ഠത എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അതിനെ അറിയിക്കുന്ന യാതൊരു തെളിവും അത് പറയുന്ന ആൾക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല എന്നുകൂടി ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഇതിനോട് ചേർത്തുകൊണ്ട് പറയുന്നത് കാണാം. അപ്പോ ഈ റമളാനിലെ അവസാനത്തെ 10ലെ പകലിനേക്കാൾ ശ്രേഷ്ഠതയുള്ള 10 പകലുകളാണ് നമുക്ക് വരാൻ പോകുന്നത്. ഇനി ആ ദിവസങ്ങൾ മുഴുവനും ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളാണ്. ഇനി നമ്മോട് തന്നെ ചോദിക്കുക, റമളാനിലെ അവസാനത്തെ 10നെ നാം എങ്ങനെയാണ് സ്വീകരിച്ചത്? അല്ലെങ്കിൽ ആ അവസാനത്തെ 10ൽ നാം എത്രത്തോളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, ഇബാദത്ത് ചെയ്യാൻ പണിയെടുത്തു? മസ്ജിദുകളിൽ ഇഅ്തികാഫ് ഇരുന്നവരുണ്ട്, ഉറക്കമൊഴിച്ച് രാത്രികളിൽ ഇബാദത്ത് ചെയ്തവരുണ്ട്, ഖുർആൻ പാരായണം വർദ്ധിപ്പിച്ചവരുണ്ട്, ദിക്റുകൾ വർദ്ധിപ്പിച്ചവരുണ്ട്, ദുആ വർദ്ധിപ്പിച്ചവരുണ്ട്, തൗബ വർദ്ധിപ്പിച്ചവരുണ്ട്, ധാരാളം സൽക്കർമ്മങ്ങൾ, സ്വതക്ക നൽകിയവരുണ്ട്, ധാരാളം ഇബാദത്തുകൾ ചെയ്തു. സഹോദരങ്ങളെ, അതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള പകലുകൾ നമ്മുടെ അടുക്കൽ വന്നിരിക്കുമ്പോൾ നാം എന്ത് ചെയ്യാൻ പാടില്ല? അതിനെ തൊട്ട് അശ്രദ്ധരാകാൻ പാടില്ല. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ തന്നെ പറയുന്നുണ്ട്, വമ്മൻ നവാഫിലു അശ്റു ദിൽഹിജ്ജ, അശ്റു ദിൽഹിജ്ജ, ദുൽഹിജ്ജയിൽ ആദ്യത്തെ 10 ദിവസങ്ങളിലെ ഐച്ഛികമായ കർമ്മങ്ങൾ, ഫഅഫ്ളലു മിൻ നവാഫിൽ അശ്ർ റമളാൻ, റമളാനിലെ അവസാനത്തെ 10ൽ ചെയ്യുന്ന ഐച്ഛികമായ കർമ്മങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ളതാണ്. വകദാലിക ഫറായിദു അശ്ർ ദിൽഹിജ്ജ തുളാഇഫു അക്സർ മിൻ മുളാഅഫതി ഫറായിദ് ഗൈരിഹി, ബാക്കിയുള്ള ദിവസങ്ങളിൽ ചെയ്യുന്ന ഫർളായിട്ടുള്ള കർമ്മങ്ങളെക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള അല്ലെങ്കിൽ ഇരട്ടിയായി പ്രതിഫലം ലഭിക്കുന്ന കർമ്മങ്ങളാണ് ഈ ദുൽഹിജ്ജ 10 ദിവസമുള്ളത്. അതായത് നിർബന്ധമായ നിസ്കാരം 5 വക്ത് നാം നിസ്കരിക്കാറുണ്ട്, അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോ അതിന് തന്നെ, നിർബന്ധമായതിന് തന്നെ ശ്രേഷ്ഠത കൂടുതലുള്ള ദിവസങ്ങളാണ് ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങൾ എന്ന് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറയുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, നാം നമ്മുടെ മനസ്സുകൊണ്ടും നമ്മുടെ ഉദ്ദേശങ്ങൾ കൊണ്ടും നമ്മുടെ ചിന്ത കൊണ്ടും നമ്മുടെ നിയ്യത്തുകൾ കൊണ്ടുമെല്ലാം ഒരുങ്ങേണ്ട, തയ്യാറാകേണ്ട, ഞാൻ ഒരു തർത്തീബിലാക്കേണ്ട, അഥവാ ഇന്ന കാര്യങ്ങളാണ് എന്റെ ഈ 10 ദിവസത്തിൽ ചെയ്യേണ്ടത് എന്ന നിലക്ക് ഒരുങ്ങേണ്ട ദിവസങ്ങളാണ് നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ഗൗരവത്തിൽ ആ കാര്യം നാം ശ്രദ്ധിക്കണം. ഇനിയും ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ സമയങ്ങളിൽ, ഈ ദിവസങ്ങളിൽ ചെയ്യേണ്ട ഇബാദത്തുകളെ പരാമർശിച്ചുകൊണ്ടുള്ള ഹദീസുകളുണ്ട്. അത് നമുക്ക് പറയാം, അത് ഈ നിലക്ക് പറയാം. അഥവാ ഈ ദിവസങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക, എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്. ഒന്നാമതായിട്ട് സഹോദരങ്ങളെ, നാം ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്നുള്ളത് അള്ളാഹുവിന് നന്ദി കാണിക്കുക എന്നുള്ളതാണ്. ശുക്റാണ്. കാരണം ഈ ഒരു മഹത്തായ ഔദാര്യം അള്ളാഹു നമുക്ക് നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ, അള്ളാഹു നമുക്കിത് തീരുമാനിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, അള്ളാഹു തആല നമുക്കിത് പ്രതിഫലം ഇരട്ടിയായി നൽകപ്പെടും എന്ന് നമ്മെ അറിയിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മൾ അശ്രദ്ധരായി പോകുമായിരുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ചിലപ്പോ ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു ഹദീസുകൾ നമ്മൾ എല്ലാ വർഷവും കേൾക്കുന്നതായിരിക്കും. പക്ഷേ ഈ ഒരു കാര്യം നമ്മൾ ഓർമ്മപ്പെടുത്തലുകൾ ഇല്ല എങ്കിൽ മസ്ജിദുകളിൽ, ജുമുഅകളിൽ ഇന്ന് ഖത്തീബുമാർ ഈ വിഷയം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ ദാഇമാർ, അള്ളാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിക്കുന്ന, തൗഹീദ് പ്രചരിപ്പിക്കുന്ന ദാഇമാർ എഴുത്തുകളിലൂടെയാവട്ടെ സംസാരത്തിലൂടെയാവട്ടെ ഈ വിഷയത്തെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്? അശ്രദ്ധയിലാകാൻ പാടില്ല. അല്ലെങ്കിൽ നമ്മുടെ ഇന്നലത്തെ ദിവസം പോലെ ആയിരിക്കും ഇനിയുള്ള 10 ദിവസവും. അങ്ങനെ ആകാൻ പാടില്ല. അതുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നന്ദി കാണിക്കുക. അതെപ്പോഴും ഉണ്ടാകേണ്ടത് ആണ്. പ്രത്യേകിച്ചും ഈ ഒരു അവസരം, ഈ ഒരു തൗഫീഖ് നമുക്ക് നൽകുന്നത് കൊണ്ട് പ്രത്യേകം നമുക്കുണ്ടാകേണ്ടതാണ്. അല്ലാഹു തആല പറഞ്ഞു സൂറത്ത് ഇബ്രാഹിമിലെ 7ാമത്തെ ആയത്തിൽ, وَإِذْ تَأَذَّنَ رَبُّكُمْ لَئِنْ شَكَرْتُمْ لَأَزِيدَنَّكُمْ, നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് അറിയിച്ചിരിക്കുന്നു, നിങ്ങൾ നന്ദി കാണിക്കുകയാണ് എങ്കിൽ
നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിച്ചു തരുന്നതാണ്, വർദ്ധിപ്പിച്ച് നൽകുന്നതാണ്. അതുകൊണ്ട് ശുക്ർ ഏതൊരു കാര്യത്തിനും നമുക്ക് വേണം, ഏതൊരു അനുഗ്രഹത്തിനും വേണം, എപ്പോഴും ഉണ്ടായിരിക്കണം. ഈ ഒരു അവസരം നൽകിയതിനും ഉണ്ടായിരിക്കണം. രണ്ടാമത്തേത് സഹോദരങ്ങളെ, ഈ ദിവസത്തിൽ നാം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നാം ഗൗരവം കൊടുക്കേണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഓർമ്മിപ്പിച്ചിട്ടുള്ള ഇബാദത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിക്റുല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ വർദ്ധിപ്പിക്കുക എന്നുള്ളത്, അള്ളാഹുവിനെ ധാരാളം സ്മരിക്കുക എന്നുള്ളത്. അതായത് ഏതൊരു ഇബാദത്തിന്റെയും റൂഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിക്റാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഉമർ റളിയല്ലാഹു ഉണ്ട്, അബൂബക്കർ റളിയല്ലാഹു ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോ ഒരാൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, റസൂലെ ആരാണ് ഏറ്റവും നിസ്കരിക്കുന്നവരിൽ ഉത്തമൻ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാണോ അക്സറുഹും ലില്ലാഹി ദിക്റ, ഏറ്റവും അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്ന അവനാണ്. സ്വതക്ക നൽകുന്നവരിൽ, നോമ്പുകാരിൽ, ജിഹാദ് ചെയ്യുന്നവരിൽ, അവൻ ഓരോന്നും ചോദിച്ചു ഇതിൽ ആരാണ് അഫ്ളലായിട്ടുള്ളത്? അതിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അക്സറുഹും ലില്ലാഹി ദിക്റ, അതിൽ ആരാണോ ഏറ്റവും കൂടുതൽ അള്ളാഹിനെ ഓർക്കുന്നത് അവരാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇത് കുറെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുനോട് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നവര് മുൻകടന്നു, അവര് രക്ഷപ്പെട്ടു എന്ന നിലക്ക് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അജൽ, അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു. അപ്പൊ ഏതൊരു ഇബാദത്തിനും ലക്ഷ്യം അള്ളാഹുവിന്റെ ദിക്ർ ഉണ്ടാവുക, ദിക്ർ നിലനിർത്തുക എന്നുള്ളതാണ്. ഇപ്പൊ ഹജ്ജിന്റെ കർമ്മങ്ങൾ ഓരോന്നും പറഞ്ഞിട്ട് അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞ എന്താണ്? ദിക്റിനാണ്. സഅയ് ആവട്ടെ, തവാഫ് ആവട്ടെ, ജംറയിൽ കല്ലെറിയലാവട്ടെ, അതിനെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? ഇഖാമത്ത് ദിക്റില്ലാഹ്, അള്ളാഹുവിന്റെ ദിക്ർ നിലനിർത്താനാണ്. അപ്പൊ അങ്ങനെ എല്ലാ കാര്യത്തിനും ആ ദിക്റാണ്. പ്രത്യേകിച്ചും ഈ ദുൽഹിജ്ജയിലെ ഈ ദിവസങ്ങൾ അത് പ്രത്യേകം ദിക്ർ ചെയ്യാൻ അല്ലാഹു തആല ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെയും ഓർമ്മപ്പെടുത്തിയത് കാണാം. ചില ആയത്തുകൾ നോക്കാം. സൂറത്തുൽ ബഖറയിലെ 203-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, വദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കുക. സൂറത്തുൽ ഹജ്ജിലെ 28-ാമത്തെ ആയത്തിൽ പറഞ്ഞു, وَيَذْكُرُ اسْمَ اللَّهِ فِي أَيَّامٍ مَعْلُومَاتٍ عَلَى مَا رَزَقَهُم مِّن بَهِيمَةِ الْأَنْعَامِ, കന്നുകാലികളെ നിങ്ങൾക്ക് ഉപജീവനമായിക്കൊണ്ട് അഥവാ അറവ് നടത്തി ഭക്ഷിക്കാനുള്ള മാർഗമായിക്കൊണ്ട് നിങ്ങൾക്ക് നൽകിയതിന്റെ പേരിൽ അറിയപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിന്റെ നാമത്തെ സ്മരിക്കുക. ഒന്നാമത്തേതിൽ എണ്ണപ്പെട്ട ദിവസങ്ങൾ എന്ന് പറഞ്ഞു, ഇവിടെ അറിയപ്പെട്ട ദിവസങ്ങൾ എന്ന് പറഞ്ഞു. ഇവിടെ ഉലമാക്കൾ അയ്യാമുൽ മഅലൂമാത്ത് എന്ന ഹജ്ജിന്റെ ആയത്തിൽ, ഹജ്ജിലെ 28 സൂറത്തുൽ ഹജ്ജിലെ 28-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത് അയ്യാമുൽ അശർ 10 ദിവസങ്ങളാണ് എന്നും, അയ്യാമുൽ മഅദൂദാത്ത് എന്നുള്ളത് അത് അയ്യാമുത് തശ്രീഖ് അഥവാ ദുൽഹിജ്ജ 10-ന് ശേഷമുള്ള 11, 12, 13 ദിവസങ്ങളാണ് എന്നും തഫ്സീറുകളിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. ഇവിടെ ദിക്ർ വർദ്ധിപ്പിക്കാൻ പറഞ്ഞു. ദിക്ർ വർദ്ധിപ്പിക്കാം, എല്ലാ ഇബാദത്തുകളും ദിക്റാണ്. എന്നാൽ പ്രത്യേകം നമ്മൾ വർദ്ധിപ്പിക്കേണ്ട ചില ദിക്റുകൾ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ അയ്യാമിൻ അഅ്വമു ഇൻദല്ലാഹി തആല, അല്ലാഹുവിന്റെ അടുക്കലില്ല മഹത്തരമായ ദിവസങ്ങൾ, വലാ അഹബ്ബു ഇലൈഹി ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങൾ ഇനി പറയുന്നതിനേക്കാൾ, ഇലൈഹി അൽ അമലു ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശർ, ഈ 10 ദിവസത്തിനേക്കാൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഏറ്റവും മഹത്തരമായ ദിവസങ്ങളില്ല ഈ 10 ദിവസത്തിനേക്കാൾ. എന്നിട്ട് പറയാണ്, ഫാക്സിറു ഫീഹിൻ മിനത് തഹ്ലീൽ വത്തക്ബീർ വത്തഹ്മീദ്, അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ ധാരാളം തഹ്ലീൽ വർദ്ധിപ്പിക്കുക. തഹ്ലീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. തക്ബീർ വർദ്ധിപ്പിക്കുക, അല്ലാഹു അക്ബർ. തഹ്മീദ് വർദ്ധിപ്പിക്കുക, അൽഹംദുലില്ലാഹ്. ഇതെല്ലാം വർദ്ധിപ്പിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. സഹാബികൾ എങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു? സഹാബികളെ പറ്റി പറയുന്ന കാരണം ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഈ ഹദീസുകൾക്ക് മുഅല്ലഖായിക്കൊണ്ട്, ഇതിനോട് അടിക്കുറിപ്പായിക്കൊണ്ട് കൊടുത്ത ഹദീസുകൾ അഥവാ ഇമാം ബുഖാരിയിലും മുസ്ലിമിലും എല്ലാം അല്ലെങ്കിൽ സനദ് കൊടുക്കാതെ കൊടുക്കുന്ന ഹദീസുകളുണ്ട്. അതിനാണ് മുഅല്ലഖായ ഹദീസുകൾ എന്ന് പറയുക. ഇബ്നു ഉമർ വ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹും, ഇവർ രണ്ടുപേരും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒക്കെ, വകാന ഇബ്നു ഉമർ വ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹും യഖ്റുജാൻ ഇല സൂഖ്, അവർ അങ്ങാടിയിലേക്ക് പുറപ്പെടും. ഫി അയ്യാമിൽ അശ്ർ, ഈ 10 ദിവസത്തിൽ, യുകബ്ബിറാൻ, അവർ തക്ബീർ ചൊല്ലും. വയുകബ്ബിറു الناس ബിതക്ബീരിഹിമാ, ഇവരുടെ രണ്ടുപേരുടെയും തക്ബീർ കേട്ട് ജനങ്ങളും തക്ബീറുകൾ ചൊല്ലാറുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോ നമുക്ക് തക്ബീർ ചൊല്ലാനുള്ള ദിവസമാണ്.
ഈ ദിവസങ്ങളിൽ ആമായിക്കൊണ്ട് ഉലമാക്കൾ മുത്ലഖായിക്കൊണ്ട് എന്നെല്ലാം പറയുന്ന രീതിയിൽ കാണാം, തക്ബീറുകൾ വർദ്ധിപ്പിക്കാനുള്ള ദിവസങ്ങളാണ് ഈ ആദ്യത്തെ 10 ദിവസങ്ങൾ. മൈമൂൻ ഇബ്നു മിഹ്റാൻ റഹിമഹുല്ലാഹ് താബിഈങ്ങളിൽപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹം പറയാണ്, ഞാൻ കണ്ടിട്ടുണ്ട്, സഹാബികളെ എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്, ഈ 10 ദിവസത്തിൽ അവർ തക്ബീർ ചൊല്ലാറുണ്ടായിരുന്നു. അതൊരു തിരമാല പോലെ, അവരിങ്ങനെ ധാരാളം ആളുകൾ ഇങ്ങനെ തക്ബീർ ചൊല്ലി തിരമാല പോലെ ഒരു സാദൃശ്യപ്പെടുത്താറുണ്ടായിരുന്നു ഞാൻ അതിനെ. ജനങ്ങൾ അതിന്ന് കുറച്ചിട്ടുണ്ട്, ആ തക്ബീർ അവർ ഒഴിവാക്കിയ പോലെയാണ് എന്ന നിലക്ക് പറയാം. അപ്പോ തക്ബീറുകൾ ചൊല്ലാനുള്ള ഒരു സമയമാണ് ഈ 10 ദിവസം എന്നുള്ളത് പ്രത്യേകം നാം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അൽഹംദുലില്ലാഹ് എന്നുള്ളത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത്, സുബ്ഹാനല്ലാഹ്, അതുപോലെ ദിക്റുകളെല്ലാം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, സ്വലാത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത്, ഇതെല്ലാം ധാരാളം ചെല്ലേണ്ട സമയമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അമലുകളിൽ ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ളതും എന്നാൽ പ്രതിഫലം കൊണ്ട് ഏറ്റവും കൂടുതലുള്ള കാര്യമാണ് ദിക്ർ എന്നുള്ളത്. ദിക്ർ എന്നുള്ളത് വാബിൽ സയ്യിബ് എന്നുള്ള കിതാബിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ദിക്റിന്റെ ഫവായിലു ദിക്ർ, ഏകദേശം 100ഓളം ഫവായിലു ദിക്ർ, ദിക്റിന്റെ ശ്രേഷ്ഠതകളുണ്ടെന്ന് പറഞ്ഞ് 60യോ 70യോ ചില്ലാനം അദ്ദേഹം അതിൽ എണ്ണി പറയുന്നുണ്ട്. അതിൽ പറയുന്ന ഒരു കാര്യമാണ്, ഈ ദിക്ർ എന്നുള്ളത് വലിയ തൗഫീഖിനാൽ ലഭിക്കുന്ന ഒരു കാര്യമാണ്. കാരണം എത്ര രോഗിയായി കിടക്കുന്ന ഒരാൾക്ക് നാവ് ചലിക്കുന്നുണ്ടെങ്കിൽ നാവ് കൊണ്ടുള്ള ദിക്ർ ചെല്ലാം, അതല്ല എങ്കിൽ ഖൽബ് കൊണ്ടുള്ള ദിക്റെങ്കിലും ചെല്ലാം. പക്ഷെ ഏറ്റവും ശക്തനായ ഒരാൾ പോലും ദിക്റിൽ തടയപ്പെടുന്ന അവസ്ഥയിൽ ഉണ്ടാകുമെന്നുള്ളത് നമ്മൾ ആലോചിക്കും. നമ്മുടെ എന്ത് ജോലിയാവട്ടെ, നമുക്ക് എന്ത് ജോലിയാവട്ടെ, ആ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് ദിക്ർ ചെല്ലാം, കുഴപ്പമില്ല, യാതൊരു തടസ്സമില്ല. പക്ഷെ നമ്മൾ മറന്നുപോകും. എന്തെങ്കിലും ഭാരമുണ്ടോ? നിസ്കരിക്കണമെങ്കിൽ വുളു എടുക്കണം, നിസ്കാരത്തിൻ്റെതായ കാര്യങ്ങൾ ചെയ്യണം, നോമ്പെടുക്കണമെങ്കിൽ ചില മശഖത്തുകൾ സഹിക്കണം, ഉംറ നിർവഹിക്കണമെങ്കിൽ, ഹജ്ജ് നിർവഹിക്കണമെങ്കിൽ ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ സഹിക്കണം എന്ന് വെക്കാം. ദിക്ർ ചെല്ലാൻ എന്തെങ്കിലും പണിയുണ്ടോ? ഇല്ല. പക്ഷേ എന്നിട്ടും നമ്മൾ അതിന് തടയപ്പെടുന്നുണ്ട് എങ്കിൽ നാം ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടി പരിഗണിക്കേണ്ട കാര്യമാണ്. മറ്റൊരു കാര്യം ഈ ദിവസങ്ങളിൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എപ്പോഴുമുള്ള ഇബാദത്തുകൾ തന്നെ, പക്ഷെ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യമാണ് ദുആ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ദുആ വർദ്ധിപ്പിക്കുക എന്നുള്ളത്, ധാരാളം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുക എന്നുള്ളത്. നാം മനസ്സിലാക്കണം, നമ്മുടെ എന്തൊരാവശ്യം, നമുക്ക് എന്തൊരു ഗുണം ലഭിക്കാനാവട്ടെ, നമുക്ക് ഒരു ദോഷം തടയാനാവട്ടെ, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ സാധിക്കില്ല. മറ്റൊരാൾക്കും ഒരു നിലക്കും അത് ഇടപെടാൻ സാധിക്കില്ല. അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ആ അള്ളാഹുവിനോട് അത് ആവശ്യപ്പെടുന്നതാണ് ദുആ എന്നുള്ളത്. അതിൽ ഒരു നിലക്കും ഒരു കുറവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഒരു ചെറിയ നിസ്സാരമായ കാര്യമാണെങ്കിലും അതിൽ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ട്, അള്ളാഹുവിൽ വരമേൽപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളായിക്കൊണ്ട് നമുക്ക് മാറാൻ സാധിക്കണം. അതിൽ പ്രധാനപ്പെട്ടതാണ് ദുആ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ചും ഈ 10 ദിവസങ്ങളിൽ എന്ത് വന്നിട്ടുണ്ട്? അറഫ ദിവസം വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ദലു ദുആഇ ദുആഉ യൗമി അറഫ, ദുആകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് യൗമ അറഫയിലെ ദുആ ആണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അത് പ്രത്യേകിച്ചും അറഫയിൽ നിൽക്കുന്ന ആളുകൾക്ക് ആണെങ്കിൽ കൂടി അത് പൊതുവായിക്കൊണ്ട് എല്ലാവർക്കും ലഭിക്കാം, അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്ന നിലക്ക് പണ്ഡിതന്മാർ അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. എവിടെയാണ് എങ്കിലും ആ ദുആ ചെയ്യുക എന്നുള്ളത്, പ്രത്യേകിച്ച് ഈ 10 ദിവസത്തിൽ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഈ 10 ദിവസത്തിൽ ചെയ്യാൻ സാധിക്കുന്ന സൽക്കർമ്മങ്ങളിൽ പെട്ടതാണ് നോമ്പുകാരെ നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത്. നമുക്കറിയാം, അറഫ ദിവസത്തിൽ നോമ്പ് നോൽക്കുന്ന ആളുകൾ ഉണ്ടാകും. അതല്ലെങ്കിൽ ഈ ദിവസങ്ങളിലെ ശ്രേഷ്ഠത നേടിയെടുക്കാൻ വേണ്ടി ഐച്ഛികമായ നോമ്പ് നോൽക്കുന്ന ആളുകൾ ഉണ്ടാകും. ആ നോമ്പ് നോൽക്കുന്ന ആളുകളെ നോമ്പ് തുറപ്പിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ, എത്രയാണോ എങ്ങനെയാണോ സാധിക്കുക ആ നിലക്ക് നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത് ശ്രേഷ്ഠമായിട്ടുള്ള, ഏത് സമയം പോലെ ശ്രേഷ്ഠമായ കാര്യമാണ്. അത് ഈ 10 ദിവസത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഹദീസിൽ വന്നതുപോലെ, മൻ ഫത്തറ സായിമൻ കാന ലഹു മിസ്ലു അജ്രിഹി ഗൈറ അന്നഹു ലാ യൻഖുസു മിൻ അജ്രി സായിമി ഷൈആ. ഒരാൾ നോമ്പ് തുറപ്പിച്ചാൽ അവൻ അതുപോലെ പ്രതിഫലം ഉണ്ടാകും. മറ്റൊന്ന് സഹോദരങ്ങളെ, നാം ശ്രദ്ധിക്കേണ്ട കാര്യം ഖിറാഅത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം. നമുക്കറിയാം, നമ്മൾ സാധാരണ ദിവസങ്ങളിൽ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളാണ്.
ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു ഹിസ്ബ് അല്ലെങ്കിൽ ഒരു ജുസ്ഓ 2 ജുസ്ഓ അല്ലെങ്കിൽ 5 പേജോ 10 പേജോ അല്ലെങ്കിൽ ഇന്ന ഒരു അളവിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളാണ് നാം ഓരോരുത്തരും. ഖുർആനുമായി ബന്ധമില്ലാതെ ഖുർആൻ പാരായണം ചെയ്യാത്ത ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകാൻ പാടില്ല. ഒരു ദിവസം ഖുർആനിൽ മുസ്ഹഫിൽ നോക്കി പാരായണം ചെയ്യാത്ത ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകാൻ പാടില്ല. അതിൽ വളരെ കണിശത നമ്മൾ കാണിക്കണം. നമ്മൾ അങ്ങനെ തന്നെ ആയിരിക്കും. എന്നാൽ ഈ 10 ദിവസത്തിൽ നമ്മുടെ സമയം കൂടുതലും, നമ്മുടെ ഒഴിവ് സമയങ്ങൾ, നമ്മുടെ ധാരാളം സമയം ഖുർആൻ പാരായണത്തിന് വേണ്ടി നാം മാറ്റിവെക്കണം. ഏതുപോലെ നാം ആലോചിക്കണം. നമ്മൾ തന്നെ ചോദിച്ചാൽ മതി, റമളാനിലെ അവസാനത്തെ 10 ഞാൻ എത്ര ഖുർആൻ പാരായണം ചെയ്തു, ഞാൻ എത്ര ഖുർആൻ ഓതി, അതെന്തുകൊണ്ടാണ് ചെയ്തത്? അത് ശ്രേഷ്ഠതയുള്ള ദിവസങ്ങൾ കൊണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്താൽ എനിക്ക് പ്രതിഫലം ഇരട്ടിയായി കിട്ടും, എന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നുള്ളത് കൊണ്ടായിരുന്നു. അതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള പകലുകൾ ഇതാ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. നിങ്ങളുടെ ഒരു വർഷം തന്നെ ആ ഒരു വർഷത്തിലെ കുറവുകളെല്ലാം മായ്ച്ച് ശുദ്ധീകരിച്ചെടുക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് വന്നെത്തുകയാണ്. അതിനെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എങ്കിൽ, അതിനെ നമ്മൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നഷ്ടം പറ്റിയവരിൽ ഏറ്റവും പറ്റിയവരായിട്ട് നാം ആയിത്തീരും. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെയാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ പാരായണത്തിന്റെ ഫള് പറയുന്നതിൽ ധാരാളം കാര്യങ്ങളുണ്ട്. ഒരു ഹദീസ് ഇമാം തിർമിദി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ് ഫലഹു ബിഹി ഹസന. ഖുർആനിൽ നിന്ന് ഒരു ഹർഫ് ആരെങ്കിലും പാരായണം ചെയ്താൽ അവനൊരു നന്മയുണ്ടാകും. വൽ ഹസനതു ബിഅശ്രി അംസാലിഹാ, ഒരു നന്മ അത് 10 ഇരട്ടിയായിട്ട് മാറും അതിന്റെ പ്രതിഫലം. എന്നിട്ട് പറയുകയാണ്, ലാ അഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ പറയുന്നില്ല അലിഫ് ലാം മീം ഹർഫുൻ, അലിഫ് ലാം മീം എന്നുള്ളത് ഒരു ഹർഫാണെന്നല്ല ഞാൻ പറയുന്നില്ല. വലാകിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. അതിൽ അലിഫ് ഒരു ഹർഫാണ്, ലാം ഒരു ഹർഫാണ്, മീം ഒരു ഹർഫാണ്. 3 ഹർഫുകൾ. അത് ഓരോന്നിനും 10 ഇരട്ടി വരെ പ്രതിഫലം ലഭിക്കുന്ന മഹത്തായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടൊരു പ്ലാൻ നമുക്ക് ഉണ്ടാക്കുക. ഈ വരുന്ന ദിവസങ്ങളിൽ ഫജ്റിന് ശേഷമാണോ, അലി ളുഹറിന് ശേഷമാണോ, അലി മഗ്രിബിന് ശേഷമാണോ, ഇശാന് ശേഷമാണോ, നമ്മുടെ ഒഴിവ് സമയം എപ്പോഴാണ്, അല്ലെങ്കിൽ എപ്പോഴാണ് സമയം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക, ഞാൻ എത്ര ഖുർആൻ പാരായണം ചെയ്യണം, എനിക്ക് ഖുർആൻ മൊത്തം ഖത്തം തീർക്കാൻ സാധിക്കുമോ, അതല്ല എത്ര ജുസ് പാരായണം ചെയ്യാൻ സാധിക്കും, എങ്ങനെ ഓതി തീർക്കാൻ സാധിക്കും, അല്ലെങ്കിൽ എത്ര ഓതാൻ സാധിക്കും, അങ്ങനെ ഒരു പ്ലാൻ നമ്മൾ ഉണ്ടാക്കിയിട്ട് വേണം ഈ 10 ദിവസത്തിലേക്ക് നാം പ്രവേശിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ശ്രേഷ്ഠമായിട്ടുള്ള കർമ്മമാണ് രാത്രി നിസ്കാരം എന്നുള്ളത്. രാത്രി നിസ്കാരം എപ്പോഴും ശ്രേഷ്ഠതയുള്ള ഇബാദത്താണ്. യാതൊരു സംശയവുമില്ലാതെ ശ്രേഷ്ഠത പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഇബാദത്താണ്. പക്ഷേ ഈ ദിവസങ്ങളിൽ നമ്മൾ അതിൽ നിന്ന് എന്തെങ്കിലും എടുക്കാൻ ശ്രമിക്കുക. അറിയാം, നമുക്കിവിടെ രാത്രി വളരെ കുറഞ്ഞു വരുന്ന ഒരു സമയമാണ് ഇവിടെ ഉള്ളത്, വളരെ കുറവാണ്. പക്ഷെ ആ രാത്രിയിൽ ഒരു 2 റക്അത്തെങ്കിലും നമുക്ക് രാത്രി നിസ്കാരത്തിന്റെ ഭാഗമായിട്ട് നേടിയെടുക്കാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യാൻ നാം പരിശ്രമിക്കുക. സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം, ലാ തുത്ഫിഉ സുറുജകും ലയാലി അൽ അശർ. നിങ്ങളുടെ വെളിച്ചങ്ങളെ, നിങ്ങളുടെ വിളക്കുകളെ ഈ 10 ദിവസങ്ങളിൽ നിങ്ങൾ കെടുത്തരുത് എന്നുള്ളത്. അഥവാ രാത്രിയിലെല്ലാം ഇബാദത്തിൽ മുഴുകാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക എന്ന നിലക്ക് സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാഹ് ഓർമ്മപ്പെടുത്തിയത് കാണാം. അദ്ദേഹം വളരെയധികം ഈ ദിവസങ്ങളിൽ ഇജ്തിഹാദ് ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളതും വേറെ റിവായത്തിൽ കാണാൻ സാധിക്കും. മറ്റൊരു കർമ്മം സഹോദരങ്ങളെ ഈ ദിവസങ്ങളിൽ ചെയ്യാൻ സാധിക്കുന്നത് അസ്സദഖ, ദാനധർമ്മം നൽകുക എന്നുള്ളതാണ്. ദാനധർമ്മം നൽകുക എന്നുള്ളത് നമുക്കറിയുന്ന കാര്യമാണ്. സദഖയുടെ ഫദ്ൽ എത്രത്തോളമാണ് എന്നുള്ളത്, സദഖയുടെ ഫദ്ൽ എത്രത്തോളമാണ് എന്നുള്ളത് ധാരാളം ആയത്തുകൾ, ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നത് കാണാം. അല്ലാഹു തആല സൂറത്ത് സബയിലെ 39ാമത്തെ ആയത്തിൽ പറഞ്ഞു, വമാ അൻഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫുഹു വഹുവ ഖൈറുർ റാസിഖീൻ. നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും, അല്ലാഹുവിന് വേണ്ടി നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും അവൻ നിങ്ങൾക്ക് അതിന് പകരം അവിടെ ഒരുക്കി വെക്കും. അവിടെ പകരം നിങ്ങൾക്ക് ഉണ്ടാകും. വഹുവ ഖൈറുർ റാസിഖീൻ, അവൻ റിസ്ക് നൽകുന്നതിൽ ഏറ്റവും ഉത്തമനാണ് എന്നുള്ളത്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സദഖതു തുത്ഫിഉൽ ഖഫീഅ കമാ യുത്ഫിഉൽ മാഉൻ നാർ. വെള്ളം തീനെ കെടുത്തുന്നത് പോലെ നിങ്ങൾ ചെയ്തു കൂട്ടിയ പാവങ്ങൾ, നിങ്ങൾ ചെയ്തു കൂട്ടിയ തിന്മകൾ, അതിനെ നിങ്ങളുടെ സദഖ കെടുത്തി കളയുമെന്നാണ്.
നമുക്ക് സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ, പാപങ്ങൾ, അബദ്ധങ്ങൾ, ഈ കാര്യങ്ങളെ വെള്ളം തീയിലൊഴിച്ചാൽ ആ തീ എങ്ങനെ കെട്ടുപോകുന്നുവോ അതുപോലെ സദഖ ആ പാപങ്ങളെയും അതിന്റെ അനന്തര ഫലങ്ങളെയും എല്ലാം കെടുത്തിക്കളയുമെന്നാണ്. മറ്റൊരു ഹദീസിൽ സഹീഹ് മുസ്ലിമിൽ കാണാം, മാ നഖസത് സദഖത്തുൻ മിൻ മാലിൻ, ഒരാളും സദഖ നൽകിയതിന്റെ പേരിൽ അവന്റെ സമ്പത്തിൽ ഒന്നും തന്നെ കുറയില്ല. വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സ, വിട്ടുവീഴ്ച കാണിച്ചതിന്റെ പേരിൽ ഒരടിമക്ക് ഇസ്സത്ത് കൂടുകയല്ലാതെ കുറയാൻ പോകുന്നില്ല. വമാ തവാള അഹദുൻ ലില്ലാഹ് ഇല്ലാ റഫഅഹു അല്ലാഹു അസ്സ വജൽ, ഒരാൾ അല്ലാഹുവിന് വേണ്ടി വിനയം കാണിച്ചാൽ അല്ലാഹു അവനെ ഉയർത്തുകയല്ലാതെ ഒന്നും ചെയ്യുകയില്ല എന്ന് പറയുകയാണ്. അപ്പൊ എന്താണോ നമുക്ക് സാധിക്കുന്നത് അത് വളരെ തുച്ഛമായ ഒരു കാര്യമാണെങ്കിലും വളരെ നിസ്സാരമായി തോന്നുന്ന ഒരു കാര്യമാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഒരു ഈന്തപ്പഴത്തിന്റെ ചീളുകൊണ്ടെങ്കിലും നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷ തേടുക എന്ന് പറഞ്ഞതുപോലെ കുറച്ചാണെങ്കിലും സദഖ നൽകിക്കൊണ്ട് എന്ത് ചെയ്യുക, ആ ഒരു നന്മ, പ്രത്യേകിച്ചും ഈ ദിവസങ്ങളിൽ, ബാക്കിയുള്ള ദിവസത്തിൽ സദഖ ചെയ്യുന്നതിന് പ്രതിഫലമുണ്ട്, അതിനേക്കാൾ ഇരട്ടിയായി അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന സൽക്കർമ്മങ്ങളായി തീരുന്ന ഈ ദിവസത്തെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിലെ മറ്റൊരു ശ്രേഷ്ഠമായിട്ടുള്ള കർമ്മമാണ് അസ്സൗം, നോമ്പ് നോൽക്കുക എന്നുള്ളത്. നോമ്പ് നോൽക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിനെ പറ്റി പറഞ്ഞത് അലൈക ബിസ്സൗം ഫഇന്നഹു ലാ മിസ്ല ലഹു, നീ നോമ്പ് നോൽക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നോമ്പിനെ മുറുകെ പിടിക്കുക, അതുപോലെ മറ്റൊരു ഇബാദത്തില്ല എന്നാണ്. അതിന്റെ ഒപ്പം നിൽക്കുന്ന വേറൊരു ഇബാദത്തില്ല എന്നാണ്. അപ്പൊ അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഇബാദത്താണ് നോമ്പ് നോൽക്കുക എന്നുള്ളത്, ഐച്ഛികമായ നോമ്പ് നോൽക്കുക എന്നുള്ളത്. അതിന് സാധിക്കുമെങ്കിൽ, അതിന് കഴിവുണ്ട് എങ്കിൽ, അതിന് തൗഫീഖ് ഉണ്ട് എങ്കിൽ അതിനുവേണ്ടി ധാരാളം പരിശ്രമിക്കുക എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവിടെ നോമ്പുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ട, പ്രത്യേകിച്ചും ഈ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 നോമ്പുമായി ബന്ധപ്പെട്ട് ഒരു മസ്അല കൂടി പറഞ്ഞ് നാം അവസാനിപ്പിക്കുകയാണ്. പൊതുവെ കേൾക്കാനും ചർച്ച ചെയ്യപ്പെടാനൊക്കെ സാധ്യതയുള്ള, അല്ലെങ്കിൽ പൊതുവെ ഈ സമയത്ത് ചർച്ച ചെയ്യപ്പെടാറുള്ള ഒരു കാര്യമാണ് ഈ 10 ദിവസം അല്ലെങ്കിൽ ഈ 9 ദിവസം, 10ാമത്തെ ദിവസം ഈദാണ്, നോമ്പ് നോൽക്കാൻ പാടില്ല. അതല്ലാതെയുള്ള ഈ ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോറ്റിട്ടുണ്ടോ, നോമ്പ് നോറ്റിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോറ്റിട്ടുണ്ടോ, നോമ്പ് നോറ്റിട്ടില്ലേ? ആ നിലക്ക് നോമ്പ് നോൽക്കൽ ആ നിലക്ക് സുന്നത്താണോ അതല്ല അല്ലേ എന്നുള്ളൊരു ചർച്ച. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ വിഷയത്തിൽ പ്രധാനമായും 2 ഹദീസുകളാണ് ആ വിഷയത്തിൽ വന്നിട്ടുള്ളത്. 2 ഹദീസുകളാണ് ആ വിഷയത്തിൽ വന്നിട്ടുള്ളത്. അതിൽ 2 ഹദീസുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരിൽ നിന്ന് വന്നതാണ്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരിൽ ഒരാളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടത് അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യസൂമു 9 ദിൽഹിജ്ജ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹിജ്ജയിലെ 9 ദിവസങ്ങളിലും നോമ്പ് നോറ്റിരുന്നു എന്നുള്ളതാണ്. ഈ ഹദീസ് ഇമാം അഹ്മദ്, അബൂ ദാവൂദ് എന്നിവരെല്ലാം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. പക്ഷേ ഈ ഹദീസ് മുദ്ദരിബായിട്ടുള്ള റിവായത്താണ് എന്ന് ഹദീസിന്റെ ഉലമാക്കൾ, പ്രത്യേകിച്ചും നസായി അദ്ദേഹത്തിന്റെ മുജ്തബ എന്നുള്ള കിതാബിൽ ഇത് ചർച്ച ചെയ്തുകൊണ്ട് ഇതിന്റെ സനദിലും മറ്റിലും ഇൽത്തിറാബ് സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്, ഇൽത്തിറാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഹദീസുകൾ ഇങ്ങനെ സനദിലായിട്ട് വരുമല്ലോ, ഇങ്ങനെ സനദിലായിക്കൊണ്ട് ഇന്നാള് കേട്ടു എന്നിട്ട് ഹദീസിന്റെ മത്തിന് വരും. എന്താണ് ഹദീസിന്റെ ഭാഗം? അപ്പോ ഇങ്ങനെ ഒരേ ഹദീസ് തന്നെ ധാരാളം സനദുകളിലായിട്ടൊക്കെ വരും. അപ്പൊ ഈ സനദുകൾ തമ്മിൽ നമുക്ക് ഒരിക്കലും ജംഅ ചെയ്യാനോ തർജീഹ് ചെയ്യാനോ, അഥവാ കൂട്ടി യോജിപ്പിക്കാനോ ഒന്നിനേക്കാൾ ഇതാണ് ശരി എന്ന് പറയാനോ സാധിക്കാത്ത വിധം ഒരേ വിഷയത്തിലെ ഹദീസുകളിൽ സനദുകളും മസ്നുകളും വ്യത്യാസപ്പെട്ട് വരിക. ഒന്ന് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ആകെ കൂടിക്കുഴഞ്ഞിട്ട് ഒരു റിവായത്ത് വരിക. ഒരു സംഭവം പല റിവായത്തുകളിൽ ആകെ മിക്സ് ആയിട്ട് നമുക്ക് വേർതിരിച്ചെടുക്കാനോ അതിലൊന്നിനെ തർജീഹ് ശരിയാണെന്ന് പറയാനോ അല്ലെങ്കിൽ ജംഅ ചെയ്തുകൊണ്ട് പറയാനോ ഒന്നിനും സാധിക്കാത്ത രീതിയിൽ കൂടിക്കലർന്നു പോകുന്ന ഒരു അവസ്ഥ. അതാണ് ഇപ്പൊ എളുപ്പത്തിൽ അതിനെ പറഞ്ഞു തരാനുള്ള മാർഗം. അതിനാണ് ഇൽത്തിറാബ് എന്ന് പറയാം. ളഈഫിന്റെ ഒരു ഇനമായിട്ടാണ് അതിനെ പരിഗണിക്കാറുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഹദീസ് ഇൽത്തിറാബ് സംഭവിച്ചതാണ് എന്ന നിലക്ക് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഉലമാക്കൾ, ഇമാം അൻ-നവവി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ശർഹ് മുസ്ലിമിൽ പറഞ്ഞത് കാണാം, വസൗമു ഹാദിഹിൽ അശ്റ മുസ്തഹബ്ബത്തുൻ ഇസ്തിഹ്ബാബൻ ശദീദൻ, ഈ 10 ദിവസത്തിലെ നോമ്പ് അല്ലെങ്കിൽ 9 ദിവസങ്ങളിലെ നോമ്പ് വളരെയധികം മുസ്തഹബായിട്ടുള്ളതാണ്. ലാ സിയമ അസ്സാസിഉ മിൻഹാ വഹുവ യൗമു അറഫ, അതിൽ ഏറ്റവും പ്രത്യേകമായിട്ടുള്ളത് ദുൽഹിജ്ജ 9 യൗമു അറഫയിലെ നോമ്പാണ്. കാരണം ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യൗമു അറഫയിലെ നോമ്പിനെ പറ്റി ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, യുകഫിറു സനതൽ മാദിയ വൽ ബാഖിയ,
കഴിഞ്ഞ ഒരു വർഷത്തെയും വരാൻ പോകുന്ന ഒരു വർഷത്തെയും പാപങ്ങൾക്കുള്ള കഫാറത്തായിക്കൊണ്ട് ആ നോമ്പ് മാറിത്തീരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ 10 ദിവസത്തിലെ നോമ്പ് ഒരു ഇഷ്കാൽ വരാനുള്ള വേറെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വഹീഹ് മുസ്ലിമിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ റിവായത്ത് വന്നിട്ടുണ്ട്. ആ റിവായത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വായിമൻ ഫിൽ ആശിരി ഖത്തു. ഈ 10 ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ നോമ്പുകാരനായി കണ്ടിട്ടേ ഇല്ല എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ഹദീസ് നോമ്പ് നോറ്റി എന്നുള്ളത് ഇൽത്തിറാബ് സംഭവിച്ചതാണ് എന്ന നിലക്ക് അവിടെ നിൽക്കുന്നുണ്ട്. രണ്ടാമത്തെ ഹദീസിൽ ഇങ്ങനെയും വന്നിട്ടുണ്ട്. ഇതാണ് ഈ വിഷയത്തിൽ ചർച്ചക്കുള്ള കാരണം. ഈ ദിവസങ്ങളിൽ നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോറ്റിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ചർച്ചക്കുള്ള കാരണം. ഇതിനെ പല രീതിയിൽ പണ്ഡിതന്മാർ മറുപടി പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതിന്റെ ആകെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദിവസങ്ങളിൽ നോമ്പ് നോൽക്കാം. നോമ്പ് നോൽക്കൽ ശ്രേഷ്ഠതയുള്ളതാണ്. കാരണം എല്ലാ ഇബാദത്ത് പോലെ നോമ്പ് നോൽക്കാം. പിന്നെ ഈ ആയിഷ റളിയല്ലാഹു അൻഹയുടെ റിവായത്തിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ചില ഉലമാക്കളുടെ വിശദീകരണത്തിന്റെ ആശയം ഒന്ന് പറയാം, മുഴുവൻ വായിക്കുന്നില്ല. ശറഹുൽ മുഹദ്ദബിൽ ഇമാം അൻ-നവവി റഹിമഹുല്ലാഹ് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രക്കാരനായ നിലക്കോ അല്ലെങ്കിൽ രോഗിയായ നിലക്കോ ഈ 10 ദിവസത്തിൽ നോമ്പ് നോറ്റിട്ടില്ല എന്നോ, അതല്ലെങ്കിൽ ഈ ഹദീസിന്റെ ആശയം ആയിഷ റളിയല്ലാഹു അൻഹ കണ്ടിട്ടില്ല എന്നേ ഉള്ളൂ. ഹദീസിൽ എന്ത് പറഞ്ഞിട്ടില്ല? നോമ്പ് നോറ്റിട്ടില്ല എന്നല്ല പറഞ്ഞത്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞെന്താ? ഞാൻ കണ്ടിട്ടില്ല എന്നേ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുള്ളൂ. അതിൽ നോമ്പ് നോറ്റിട്ടില്ല എന്നല്ല വന്നിട്ടുള്ളത് എന്ന് ഇമാം അൻ-നവവി റഹിമഹുല്ലാഹ് അതിനെ മനസ്സിലാക്കുന്നിടത്ത് ആ നിലക്ക് അതിനെ വിശദീകരിച്ചത് കാണാം. ഇനി വേറെ ചില പണ്ഡിതന്മാർ ഇബ്നു ഹജർ, ഇബ്നു ഹുസൈമ എന്നിവരൊക്കെ ഈ ഒരു ഹദീസിനെ മനസ്സിലാക്കിയിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒഴിവാക്കാനുള്ള കാരണം ഒരു പക്ഷേ എന്തുകൊണ്ടായിരിക്കാം? ആയിഷ റളിയല്ലാഹു അൻഹ മറ്റൊരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില കർമ്മങ്ങൾ ഒഴിവാക്കാറുണ്ട്, നഫ്ലുകൾ ഒഴിവാക്കാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖശിയത യഅമല ബിഹിന്നാസ് ഫയുഫ്റദു അലൈഹിം, ജനങ്ങൾ അത് ചെയ്തിട്ട് വഹി ഇറങ്ങുന്ന സമയമാണ്, അതെങ്ങാനും നിർബന്ധമാക്കപ്പെടുമോ എന്ന് പേടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലത് ഒഴിവാക്കാറുണ്ട്. ഏതുപോലെ റമദാനിലെ തറാവീഹ് ജമാഅത്തായിട്ട് നിർവഹിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമാക്കി നിർത്തിയതുപോലെ നിർബന്ധമാകണ്ട എന്ന നിലക്ക് അതുകൊണ്ടായിരിക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തത് എന്ന നിലക്കും ഇബ്നു ഹജർ, ഇബ്നു ഹുസൈമ പോലെയുള്ളവർ അതിനെ വിശദീകരിച്ചിട്ട് കാണാം. ഇനി ഇമാം അത്ത്-തഹാവി അദ്ദേഹത്തിന്റെ മുശ്കിലുൽ ആസാർ എന്നുള്ളതിൽ ഈ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസിനെ വിശദീകരിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ള ഇബാദത്തുകളിൽ മുഴുകാൻ വേണ്ടി നോമ്പിനെ ഒഴിവാക്കിയതായിരിക്കാം എന്ന നിലക്കാണ്. അഥവാ ഇപ്പൊ നോമ്പ് നോറ്റാൽ സ്വാഭാവികമായിട്ട് നമുക്ക് എന്തുണ്ടാവും? ചിലപ്പോൾ ക്ഷീണം ഉണ്ടാവും. ബാക്കിയുള്ള ദിവസം നിസ്കരിക്കുന്ന പോലെ സുന്നത്തായ നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കാനോ കൂടുതൽ ഖുർആൻ പാരായണം ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യാനോ രോഗികളെ സന്ദർശിക്കാനോ കുടുംബബന്ധം ചേർക്കാനോ മറ്റു പല കാര്യങ്ങൾക്കും ചിലപ്പോൾ സാധിച്ചോളുന്നില്ല. അപ്പൊ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പെടുക്കാതിരുന്നതാവാം എന്ന നിലക്ക് പറഞ്ഞത് കാണാം. അങ്ങനെ പല രീതിയിൽ ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട് ഉലമാക്കൾ. നമ്മുടെ സമയം പരിമിതമായതുകൊണ്ട് നാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് നിസ്കാരത്തിന് പോകേണ്ടതുണ്ട്, എത്തേണ്ടതുണ്ട്. അതിനുശേഷം ഇൻഷാ അല്ലാഹ് അടുത്ത ദർസ് ഉണ്ട്. അതിന്റെ വ്യത്യസ്തമായ ചർച്ചകൾ കൂടുതൽ ഞാൻ പറയുന്നില്ല. ചുരുക്കത്തിൽ ഉലമാക്കൾ സലഫുകൾ സഹാബികളിൽ നിന്നും സലഫുകളിൽ നിന്നും ഈ ദിവസത്തിൽ കഴിവുള്ള ആളുകൾ പരമാവധി നോമ്പ് നോൽക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. 9 ദിവസം മുഴുവൻ നോമ്പ് നോൽക്കാവുന്നതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ അത് കണ്ടിട്ടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ അർത്ഥം എന്തല്ല? അത് ചെയ്തിട്ടില്ല എന്നുള്ളതല്ല. ആയിഷ റളിയല്ലാഹു അൻഹ കണ്ടിട്ടില്ല എന്ന് പ്രത്യേകം അവിടുന്ന് കണ്ടിട്ടില്ല എന്ന് പറയണമെങ്കിൽ നേരത്തെ പറഞ്ഞ ഇൽത്തിറാബ് സംഭവിച്ച ഹദീസ് വന്നതുകൊണ്ടാണത്. കാരണം ചില ഭാര്യമാർ നോമ്പ് നോറ്റിരുന്നു എന്ന് പറഞ്ഞതിനുള്ള മറുപടി ആയിക്കൊണ്ടായിരിക്കാം ആയിഷ റളിയല്ലാഹു അൻഹ അങ്ങനെ പറഞ്ഞത് എന്ന നിലക്ക് ഉലമാക്കൾ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. പോരാത്തതിന് ധാരാളം സഹാബികളിൽ നിന്നും സലഫ് സാലിഹ്യങ്ങളിൽ നിന്നും അവർ ഈ ദിവസങ്ങളിൽ നോമ്പ് നോറ്റിരുന്നതായിട്ട് വന്നിട്ടുമുണ്ട്. അതിന്റെ വിശാലമായ ചർച്ചകളും അതിന്റെ ധാരാളം ചർച്ചകൾ ആ വിഷയത്തിലുണ്ട്. അതിന്റെ ആകെത്തുക ഈ പറഞ്ഞതാണ്. സമയപരിമിതി കൊണ്ട് നാം അവസാനിപ്പിക്കുകയാണ്. അപ്പോ ഏത് ഇബാദത്തുകളും സൽക്കർമ്മങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ വർദ്ധിപ്പിക്കാം. നോമ്പ്
നോമ്പ് നോൽക്കാൻ സാധിക്കുന്നവർക്ക് അതും ചെയ്യാം. ഇനി അതല്ല മറ്റുള്ള ഇബാദത്തുകളാണ് മുഴുകേണ്ടതെങ്കിൽ അതും നിർവഹിക്കാം. എന്നിരുന്നാലും ഈ 10 ദിവസം, ഇന്നിപ്പോ നമ്മൾ 28 ദുൽഖഅദ, നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ആരംഭിക്കുന്ന ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.